ഹായ് ഗായ്സ്, നമ്മളിത് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കരിയർ റീഡിംഗ് ആണ്. അപ്കമിങ് മന്തിലേക്കുള്ള കരിയർ റീഡിംഗ്. ഓക്കെ, കാർഡ്സ് എല്ലാം ഷഫിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഓരോന്നായി നോക്കാം. ഓക്കെ, സോ 9 ഓഫ് ഫോൺസ് ആണ് കാണുന്നത്. ഇവിടെ എനിക്ക് കാണുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ എന്താണ് പഠിച്ചത് അത് നിങ്ങളുടെ വർക്കിലോട്ട് ഇൻഫോഴ്സ് ചെയ്യുക. ഓക്കെ, അല്ലാതെ ഒരുപാട് പഠിച്ച് സർട്ടിഫിക്കറ്റ്സ് നേടാതെ നിങ്ങളുടെ വർക്കിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് അത് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ നോക്കുക. ഓക്കെ, കുറച്ചും കൂടെ കാർഡ്സ് നോക്കാം. പേജ് ഓഫ് ഫോൺസ്, 5 of wands, 6 of pentacles, page of pentacles. ഓക്കെ, സോ എനിക്കിവിടെ കാണാൻ കഴിയുമെന്ന് വെച്ചാൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു റൈറ്റ് പാത്തിലൂടെയാണ്. കരിയർ വൈസ് ആയാലും എന്തായാലും നിങ്ങൾ കറക്റ്റ് രീതിയിലാണ് പ്ലാൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ അപ്കമിങ് മന്തിൽ നിങ്ങൾക്കൊരു സെൽഫ് ഡൗട്ടാണ്. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ, നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ കറക്റ്റാണോ, അല്ലെങ്കിൽ ഈ ജോബ് കിട്ടി ആ ജോബിൽ പോകണോ, അല്ലെങ്കിൽ ഈ ജോബിന് 2 ജോബ് കിട്ടിയെങ്കിലും അതിന് ഏത് ജോബിൽ പോകണോ, നിങ്ങളൊരു ഡിസിഷൻ എടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തന്നെ സെൽഫ് ഡൗട്ടാണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പം ഓൾറെഡി ജോബിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പ്രോജക്റ്റ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വർക്ക് ചെയ്യുന്നത് ഇവൻ തോ ശരിയാണെങ്കിലും നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഇത് ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഇത് ശരിയായി വരുമോ, അങ്ങനെ ഒരു സെൽഫ് ഡൗട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു സെൽഫ് ഡൗട്ട് നിങ്ങളത് വർക്ക് ചെയ്യണം. ഓക്കെ, അങ്ങനെ ഒരു ആൻസൈറ്റി ലൈഫിൽ എപ്പോഴും ഉള്ളതുകൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് കഴിവതും ആ ആൻസൈറ്റി കുറയ്ക്കാൻ നോക്കുക. യോഗ, മെഡിറ്റേഷൻ അങ്ങനെ എന്തെങ്കിലും കൂടി ആൻസൈറ്റി കുറയ്ക്കാൻ നോക്കുക. പിന്നെ എനിക്ക് കാണുന്നത് ഒരു ട്രാവൽ റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയോ കാണുന്നുണ്ട്. ലൈക്ക് ഒന്നെങ്കിൽ നിങ്ങളൊരു കോഴ്സ് പഠിക്കാൻ വേണ്ടി, കരിയറിൻ്റെ വേണ്ടി കോഴ്സ് പഠിക്കാൻ വേണ്ടി കുറച്ച് ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് പോകും, അല്ലെങ്കിൽ ജോലി കിട്ടി കുറച്ച് ദൂരെ പോകുന്നു, അങ്ങനെ ഒരു ട്രാവലായിട്ട് എന്തൊക്കെയോ കാണുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഓൺലൈനിൽ എന്തോ നിങ്ങൾ കോഴ്സ് പഠിക്കാനോ ഓൺലൈൻ ചിലപ്പോൾ വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ള ജോബ് കിട്ടാനോ ഓൺലൈൻ ജോബ്സിന് ഒരു ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യും, ഫ്രണ്ട് അല്ലെങ്കിൽ ഫ്രണ്ട് ആയിരിക്കണം എന്നില്ല, ഒരു വ്യക്തിനെ മീറ്റ് ചെയ്യും. ആ വ്യക്തി നിങ്ങളുടെ കരിയറിലേക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഒരുപാട് ഗൈഡ് ചെയ്യും. ഒന്നെങ്കിൽ ഏത് സ്കിൽ എടുക്കണം, ഏത് കോഴ്സ് എടുക്കണം, 2 ജോബ് കിട്ടി ഏത് ജോബിന് പോകണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ജോലി കണ്ടുപിടിക്കാൻ ഈ ഒരു വ്യക്തി ഹെൽപ്പ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ നിങ്ങൾ ചെയ്യുന്ന വർക്ക്, ഓക്കെ, ഇപ്പം നിങ്ങൾ ജോബിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോബ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ നിങ്ങൾ സക്സീഡ് ചെയ്യും. നിങ്ങൾക്ക് അതിനുള്ള അപ്രിസിയേഷൻ ഹയർ അതോറിറ്റിയിൽ നിന്നൊക്കെ ഒരു അപ്രിസിയേഷൻ കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് കാർഡ് 3 of cups ആണ്. സോ ഇതിനകത്തിൽ കാണുന്നത് നിങ്ങൾ ഹീൽ ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ ഇമോഷൻസിനെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരുപാട് ആൻസൈറ്റി കൂടുതലാണ് ഈ ഒരു വരുന്ന മന്തിലേക്ക്. ആ ആൻസൈറ്റി നിങ്ങൾക്ക് അതിനൊക്കെ നിങ്ങൾ ഹീൽ ചെയ്യണം. അതിനൊക്കെ നിങ്ങൾ ഹീൽ ചെയ്ത് നിങ്ങളുടെ ഇമോഷൻസിനെ, നിങ്ങളുടെ ഫീലിങ്സിനെ നിങ്ങൾ കൺട്രോളിൽ നിർത്തണം. ബിക്കോസ് അങ്ങനെ നിങ്ങൾ ഇമോഷൻസിനെ ഒക്കെ ഈ ഒരു കാര്യത്തിനെ ഹീൽ ചെയ്താലേ നിങ്ങളുടെ വർക്കിലേക്ക് ഫോക്കസ് ചെയ്യാൻ, നിങ്ങളുടെ കരിയറിലേക്ക് ഫോക്കസ് ചെയ്യാനും പറ്റത്തുള്ളൂ. നിങ്ങളെ തന്നെ സെൽഫ് ഡൗട്ട് അടിച്ച് നിങ്ങൾക്ക് ആൻസൈറ്റി കൂടിയാൽ നിങ്ങൾ കറക്റ്റ് ഡിസിഷൻ എടുക്കാനോ അല്ലെങ്കിൽ ജോലിയിൽ ശ്രദ്ധിക്കാനോ പറ്റില്ല. അപ്പം നിങ്ങൾ ചെയ്യുന്ന ജോലി കറക്റ്റായിട്ട് ചെയ്യുക. അല്ലാതെ സ്വന്തമായിട്ട് ഡൗട്ട് അടിക്കുകയോ അല്ലെങ്കിൽ ഇത് ശരിയായി പോകുമോ അങ്ങനെ ഒരു ഡൗട്ടും ആൻസൈറ്റിയും ഒഴിവാക്കിയിട്ടും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കരിയറിന് വേണ്ടി ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് കാർഡ് ടെമ്പറൻസ് റിവേഴ്സ്ഡ്. സോ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ, ഓക്കെ, ഇപ്പോൾ ഒരു കരിയർ റിലേറ്റഡ് കോഴ്സ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി അത് ഹാപ്പി ആയിട്ട് ചെയ്യുക. ഓക്കെ, അത് നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റാണ്. എന്തൊക്കെ വന്നാലും എന്തെങ്കിലും സപ്പോസ് ജോലിയിൽ തന്നെ എന്തെങ്കിലും ചാലഞ്ചസ് വന്നാൽ അത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ഇത് നല്ലതിന് വേണ്ടിയാണ് വരുന്നത്, ഇങ്ങനൊരു ഡിഫിക്കൽട്ടി വന്നുകൊണ്ട് എനിക്ക് ഇത് ഫ്യൂച്ചറിൽ നല്ലതാകും എന്ന് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, ആൻസൈറ്റിയൊക്കെ ഒഴിവാക്കുക. പിന്നെ എല്ലാം ഒരു സ്ലോ ആയിട്ട് എടുക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി നിങ്ങൾ ഒരുപാട് ഇങ്ങനെ ഫാസ്റ്റായിട്ട് ഓടാതെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്ത് തീർക്കുക. അല്ലെങ്കിൽ എങ്ങനെയും എനിക്ക് അവിടെ എത്തിച്ചേരണം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇതെന്താ പെട്ടെന്ന് കിട്ടാത്തത്, എന്താ ജോലി പെട്ടെന്ന് കിട്ടാത്തത്, അല്ലെങ്കിൽ എനിക്ക് അടുത്ത പ്രൊജക്റ്റ് കിട്ടാത്തത്, എന്താ സാലറി ഹൈക്ക് കിട്ടാത്തത് എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുകയോ ഫാസ്റ്റ് ആകാതെ പെതുക്കെ പോവുക. ഓക്കെ, പെതുക്കെ എല്ലാ ലൈഫിലും സ്ലോ ആയിട്ട് കിട്ടും. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറയുന്ന പോലെ എല്ലാം സ്ലോ ആയിട്ട് എടുക്കുക. ഓക്കെ, നെക്സ്റ്റ് കാർഡ് ഈസ് ഓഫ് സോർട്സ് റിവേഴ്സ്ഡ് ആണ്. സോ ഇവിടെ കാണുന്ന വെച്ചാൽ നിങ്ങൾ ഒട്ടും ഫ്ലെക്സിബിൾ അല്ല. നിങ്ങൾ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവണം. മീൻസ് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ പഠിച്ച ഒരു ജോബ് ആയിരിക്കില്ല കിട്ടിയത്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചൊരു ജോബ് ആയിരിക്കില്ല കിട്ടിയത്. അതുകൊണ്ട് നിങ്ങൾ ഹാപ്പി ആവാതെ നിങ്ങൾ റിജിഡായിട്ട് ഇല്ല, എനിക്ക് പഠിച്ച ജോലി കിട്ടിയ അല്ലെങ്കിൽ എനിക്ക് ആവറേജ് ജോലി കിട്ടാതെ ഞാൻ പോവില്ല, അല്ലെങ്കിൽ ഞാൻ ഹാപ്പി ആവില്ല, അങ്ങനെ ഒരു റിജിഡായിട്ടുള്ള ഒരു വാശി പിടുത്തം അത് ഒന്ന്
ഒന്ന് ഒഴിവാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുക. മേ ബി ഈ ജോബിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് നല്ല കരിയർ, അല്ലെങ്കിൽ ഇതൊരു എക്സാമ്പിളാണ് പറയുന്നത്. എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ അതനുസരിച്ച് നിങ്ങൾ റെസൊണേറ്റ് ചെയ്യാൻ നോക്കാം. ഇതിൽ എന്തായാലും കുറച്ചും കൂടെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക. ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കൺട്രോളിലാണ്. പക്ഷേ നിങ്ങൾ കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്താൽ, കുറച്ചും കൂടെ ഫ്ലെക്സിബിളായി ചിന്തിച്ചാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഓക്കെ സോ നെക്സ്റ്റ് കിങ് ഓഫ് ഫോൺസ് ആണ്. സോ ഇവിടെ എനിക്ക് കാണുന്നത് ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു പ്രൊഫസർ വൈബാണ്. എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഈ കാർഡ് റീഡ് ചെയ്യുന്ന നിങ്ങൾ ഒന്നെങ്കിൽ ഒരു ടീച്ചർ അല്ലെങ്കിൽ ടീച്ചിങ് റിലേറ്റഡ് ജോബായിരിക്കും നിങ്ങൾക്ക്. പക്ഷേ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വയസ്സായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും. ഈവൻ ദോ നിങ്ങളൊരു ജോലിക്ക് ചേർന്ന് നിങ്ങളൊരു ഫ്രഷറാണ്, അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളതിലും ബാക്കിയുള്ളവർക്ക് ഒരുപാട് നോളേജ് പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ ഇവിടെ കാണുന്നത്. ബാക്കിയുള്ളവർക്ക് നിങ്ങളെക്കാൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് നിങ്ങൾ കുറച്ചും കൂടെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൊളീഗ്സിന് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ അത് മാത്രമല്ല, നിങ്ങളൊരു ടീച്ചിങ് പ്രൊഫഷനാണെങ്കിൽ നിങ്ങൾ ഒരുപാട് സക്സീഡ് ചെയ്യും. നിങ്ങൾക്ക് പറ്റിയ ഒരു കരിയർ ആയിരിക്കും ഇത്. സോ നെക്സ്റ്റ് കാർഡ് 4 of Swords റിവേഴ്സ്ഡ് ആണ്. ഇതിനകത്ത് ഞാൻ കാണുന്നത് വെച്ചാൽ നിങ്ങളെ അഡ്മയർ ചെയ്യാൻ ഒരുപാട് പേര് കാണും. നിങ്ങളിപ്പം ജോബിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം എന്തോ ഫ്രഷറാണ്, അല്ലെങ്കിൽ എന്തുവാണ് എക്സ്പീരിയൻസ്ഡ് ഉള്ളതാണെങ്കിലും നിങ്ങളുടെ വർക്ക്, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള വർക്കിനോടുള്ള സിൻസിയറിറ്റി എല്ലാം അഡ്മയർ ചെയ്യാൻ കുറച്ച് പേര് കാണും. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളിൽ നിന്നും പഠിക്കാനുള്ള ഒരു ഇത് വരുന്നത്. കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ചറിയാനും ഒക്കെ ആൾക്കാർക്ക് ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വർക്ക് എല്ലാവർക്കും ഒരു അഡ്മിറേഷൻ ആയിരിക്കും. ക്യൂൻ ഓഫ് കപ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഏതോ ഒരു വ്യക്തിയായിട്ട് ഒരു ഡീപ്പ് കണക്ഷൻ ഫോം ചെയ്യും. ഒന്നെങ്കിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ ഒരു ഡീപ്പായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടാക്കും. അവർ ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, നിങ്ങളുടെ വർക്കിനും എല്ലാത്തിനും നിങ്ങളെ ഗൈഡ് ചെയ്യും. ദ വേൾഡ്, ഇത് ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫാമിലി നിങ്ങളെ ഓർത്ത്, നിങ്ങളുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ സിബ്ലിങ്സ് ആരായാലും നിങ്ങളുടെ വർക്കിനെ ഓർത്ത് അവർക്ക് അഭിമാനമായിരിക്കും. ഒന്നെങ്കിൽ നിങ്ങളൊരു എക്സാമിനേഷൻ പാസ് ചെയ്തു, എന്ന് വെച്ചാൽ നല്ല റാങ്കോടെ പാസ്സായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജോബ് കിട്ടി. എന്തായാലും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ, നിങ്ങളുടെ ഫാമിലി ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു, ഇപ്പം മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും വൈഫും എല്ലാം ആഗ്രഹിക്കുന്ന ഒരു ജോബായിരിക്കും നിങ്ങൾക്ക് കിട്ടിയത്. അവർക്ക് നിങ്ങളുടെ കരിയർ കാരണം, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് കാരണം അവർ വളരെ ഹാപ്പി ആയിരിക്കും. നെക്സ്റ്റ് കാർഡ് ദ ഹൈ പ്രീസ്റ്റസ് ആണ്. ഇതിനകത്തിൽ പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് സ്ലോ ആകുക. നിങ്ങൾ ഒരു ഹറിബറിയിൽ കാര്യങ്ങൾ ചെയ്യാതെ, അല്ലെങ്കിൽ എല്ലാം പെട്ടെന്ന് നേടിയെടുക്കാൻ നിൽക്കാതെ നിങ്ങൾ സ്ലോ ആയിട്ട് ലൈഫിൽ മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് കിട്ടേണ്ടതെല്ലാം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഒരു കോമ്പറ്റീറ്റേഴ്സും ഒന്നും നിങ്ങളുടെ അടുത്തില്ല, അതുകൊണ്ട് ഫാസ്റ്റ് ആകേണ്ട ആവശ്യമില്ല. എല്ലാം പതിയെ പോകാം. നിങ്ങൾ ഈ ധൃതി കൂട്ടുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ആൻസൈറ്റി കൂടുന്നത്. അതുകൊണ്ട് ധൃതി കൂട്ടേണ്ട, എല്ലാം നല്ല സ്ലോ ആയിട്ട് പോവാം. ഏസ് ഓഫ് കപ്സ്, നിങ്ങൾ ഇത്രയും നാൾ നിങ്ങളുടെ മണി, സാലറി അല്ലെങ്കിൽ സാലറി ഹൈക്ക് അങ്ങനെ എന്തെങ്കിലും വെച്ച് വെറി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു അപ്കമിങ് മന്തിലേക്ക് അതിനെപ്പറ്റി വെറി ചെയ്യേണ്ട. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഫിനാൻസസ് അല്ലെങ്കിൽ സാലറി ഹൈക്ക് എല്ലാം നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. നെക്സ്റ്റ് കാർഡ് 4 of Wands റിവേഴ്സ്ഡ് ആണ്. ഇതിനകത്ത് കാണുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു അപ്കമിങ് മന്ത് നിങ്ങളുടെ കൊളീഗ്സ് ജലസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെ നിങ്ങൾ ഹാം ചെയ്യാൻ നോക്കുന്ന വ്യക്തികളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, അങ്ങനെ എന്തൊക്കെയോ കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു അപ്കമിങ് മന്ത് അവരെന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങളുടെ കരിയറിനെയും നിങ്ങളുടെ വർക്കിനെയും നിങ്ങളുടെ ഒരു ജോബിനെ ഒന്നും അവർക്ക് അഫക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തേക്കുവാണ്. നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് 4 of Pentacles ആണ്. ഇന്നത്തെ ഞാൻ കാണുന്നത് വെച്ചാൽ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി വന്ന് ചേരുവാണ്. അതിൽ നിങ്ങൾ നല്ലപോലെ ഗ്രോത്ത്, കരിയർ ഗ്രോത്തും ഫിനാൻഷ്യൽ ഗ്രോത്തും ഉണ്ടാകും. പക്ഷേ ഇത് ഞാൻ പറയുന്നുണ്ട്, ചിലവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിന് വേണ്ടി, ഈ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഒരു ഓപ്പർച്യൂണിറ്റി വേണമെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി സീക്ക് ചെയ്യണം. അതിന് വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കണമെങ്കിൽ അതെടുക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ജോബിൽ നിങ്ങൾക്ക് സാലറി കുറവാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കില്ലിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ അടുത്തൊരു ജോബ് നോക്കുക. അല്ലാതെ ഇപ്പം ഡയറക്ടർ പറഞ്ഞുകൊണ്ട് അതിന് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നാൽ ഒന്നും വരത്തില്ല. അതിന് വേണ്ടി സീക്ക് ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള നല്ല ജോലിക്ക് വേണ്ടിയുള്ളൊരു ഇത് കാണുന്നുണ്ടെങ്കിൽ
ടാറ്റിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളും അതിനുവേണ്ടി വർക്ക് ചെയ്യണം. വെറുതെ ഇരുന്നാൽ ഒരിക്കലും ഇങ്ങോട്ട് കാര്യങ്ങൾ വരത്തില്ല. ഓക്കെ, സോ ലാസ്റ്റ് കാർഡ് ദ ഫൂൾ. ഓക്കെ, സോ ഹാർഡ് വർക്കാണ് ഇവിടെ ചെയ്യേണ്ടത്. ആൻഷ്യൻസ് ആവാതെ ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കൺട്രോളിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒരു പോസിറ്റീവായിട്ടുള്ള റീഡിംഗ് ആണ് അത് കാണുന്നത്. പിന്നെ റിമെമ്പർ, ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ ഇത് കാണുന്നു അതിനുള്ള തൊട്ട് അപ്കമ്മിങ് മന്തിലേക്കുള്ള ഒരു കരിയർ റീഡിംഗ് ആയിരിക്കും ഇത്. വളരെ പോസിറ്റീവ് റീഡിംഗ് ആണ്. സോ ഓൾ ദ ബെസ്റ്റ്. നെക്സ്റ്റ് റീഡിംഗൊക്കെ വെയിറ്റ് ചെയ്യുക. ഓക്കെ.